എടാ പിള്ളേരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു അടിപൊളി ടൈം ടേബിളോട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സമയം ലാഭിക്കാനും പറ്റും, അതുപോലെ തന്നെ എല്ലാ ചാപ്റ്ററും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം. വേറൊരു കാര്യം കൂടെ പറയാൻ പറ്റും, നിങ്ങൾക്ക് വേണ്ടി വീഡിയോയുടെ എൻഡിൽ ചെറിയൊരു സർപ്രൈസ് ഞാൻ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മിസ് ചെയ്യരുത് ഒരിക്കലും. നിങ്ങൾക്ക് എന്ത് ചെയ്താലും യൂസ്ഫുൾ ആവും. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഏകദേശം ഒരു 5 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഈ ടൈം ടേബിൾ ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് ഒരു 5 മണി തൊട്ടാണ്. ഓക്കെ, 5 മണി തൊട്ട് 6 മണി വരെ നിങ്ങൾ നിങ്ങളുടെ ടി വി കാണുമോ അല്ലെങ്കിൽ ഫോണിൽ തോണ്ടുമോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് 6 മണി തൊട്ട് 7 മണി വരെ നിങ്ങൾ പ്രാർത്ഥിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നടത്താം. ഓക്കെ, എന്നിട്ട് 7:05 അല്ലെങ്കിൽ 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ പഠിക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ വന്ന് ഇരിക്കുക. ഓക്കെ, എന്നിട്ട് ഒരു 2 മിനിറ്റ് നിങ്ങളുടെ മൈൻഡ് ഒന്ന് സെറ്റാക്കുക. അതായത് ഞാൻ പഠിക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു മൈൻഡ് ഒന്ന് സെറ്റാക്കി വെക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ യൂട്യൂബ് തുറക്കുക. ഓക്കെ, ഫോണിലാണെങ്കിൽ ഫോണിൽ, ടാബിലാണെങ്കിൽ ടാബിൽ, എന്താണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിൽ യൂട്യൂബ് എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ചാനൽ, ഓക്കെ, നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന സാറ്, ഏതെങ്കിലും സാർ ഉണ്ടാവുമല്ലോ. ഓക്കെ, അത് നിങ്ങൾ എടുത്തിട്ട് ആ ചാനലിൽ പോകണം. നിങ്ങൾക്കറിയാമല്ലോ ഏത് ചാനലാണ്. അവിടെ പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീഡിയോ ഇപ്പോൾ 1 മണിക്കൂറിൻ്റെ 2 മണിക്കൂറിൻ്റെ ഏത് വീഡിയോ ആണോ ആ വീഡിയോ കാണാം. ഒരു 7:05 തൊട്ട് 7:45 വരെ ആ വീഡിയോ കാണാം. ഓക്കെ, നിങ്ങൾക്ക് 2x ഇട്ട് കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പീഡിൽ ഇട്ട് കാണാം. ഓക്കെ, ഇതെന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സജഷനായിട്ട് കുറേ വീഡിയോ വരും. നിങ്ങൾ സെർച്ച് ചെയ്തല്ലെങ്കിൽ വേറെ സെപ്പറേറ്റ് നിങ്ങൾ പോയി കാണുകയാണെങ്കിൽ കുറേ സജഷൻ വീഡിയോ വരും. അപ്പോൾ മൈൻഡ് അതിലേക്ക് പോകും. ഇപ്പോൾ വേറെ എന്തെങ്കിലും കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗെയിമിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾ അതിലേക്ക് പോകും. ഇങ്ങനെ ചാനലിൽ പോയിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് സജഷൻ അത് തന്നെ ആയിരിക്കും വരിക, ആ ചാനലിൽ തന്നെ സജഷൻ വരും. അതുകൊണ്ട് മൈൻഡ് എങ്ങോട്ടും പോകുമല്ല. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ പഠിക്കുന്നതിനെക്കുറിച്ച് തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ ആ ഒരു ഷെഡ്യൂൾ വെച്ച് പഠിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് 7:45 വരെ പഠിച്ചു കഴിഞ്ഞ് ഇനി 7:45 തൊട്ട് 8 മണി വരെ ബ്രേക്ക് എടുക്കുക. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾ അങ്ങോട്ടും കൊണ്ട് നടക്കുകയോ അല്ലെങ്കിൽ ഒന്ന് കമന്ന് കിടക്കുക. ഓക്കെ, ഈ സമയത്ത് ഫോണൊന്നും നിങ്ങൾ നോണ്ടിക്കൊണ്ടിരിക്കില്ലേ. ഓക്കെ, ഈ ബ്രേക്കിൻ്റെ സമയത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഒരു 8:05 തൊട്ട് 8:45 വരെ അടുത്ത സബ്ജക്റ്റ് പഠിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആദ്യത്തെ 1 മണിക്കൂറിൽ അല്ലെങ്കിൽ 45 മിനിറ്റിൽ നിങ്ങൾ ഫിസിക്സാണ് പഠിച്ചെങ്കിൽ അടുത്ത 45 മിനിറ്റിൽ നിങ്ങൾ കെമിസ്ട്രിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഠിക്കാം. ഓക്കെ, ഇനി 8:45 തൊട്ട് 9 മണി വരെ ബ്രേക്ക് എടുക്കാം. ഓക്കെ, ഇനി 9:05 തൊട്ട് 9:45 വരെ അടുത്ത സബ്ജക്റ്റ് പഠിക്കുക. അതായത് പിന്നെയും സ്വിച്ച് ചെയ്യാം. ഓക്കെ, ഇംഗ്ലീഷാണ് പഠിച്ചെങ്കിൽ മലയാളത്തിലേക്ക് പോകുക, മലയാളം പഠിച്ചെങ്കിൽ കെമിസ്ട്രി, അങ്ങനെ സ്വിച്ച് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 9:45 തൊട്ട് 10:05 വരെ പിന്നെയും ബ്രേക്ക് എടുക്കും. ഓക്കെ, അതിനുശേഷം 10 തൊട്ട് 10:45 വരെ പഠിച്ചതെല്ലാം ഒന്ന് വായിച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം 3 സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ടോ. 1, 2, 3. ഈ 3 സെക്ഷനിൽ നിങ്ങൾ 3 സബ്ജക്റ്റ് പഠിച്ചു. ഓക്കെ, ബ്രേക്ക് എടുത്ത് പഠിച്ചു. നിങ്ങളുടെ കപ്പാസിറ്റി എത്രയാണോ അത്രയും വെച്ചിട്ട് നിങ്ങൾക്ക് ഈ സമയം അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റാട്ടോ. ഇപ്പോൾ 7 മണി തൊട്ട് 8:30 വരെ ഒറ്റ സ്ട്രെച്ചിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ. ലാസ്റ്റ് നിങ്ങൾ 10 തൊട്ട് 10:45 വരെ എല്ലാം വായിച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് വായിച്ചാൽ മതി. റിവിഷൻ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ വായിച്ചാൽ മതി. വായിച്ചിട്ട് കിടന്നുറങ്ങും. എന്നിട്ട് നിങ്ങൾക്ക് രാവിലെ സമയം ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് സ്കൂളിലേക്ക് പോകാം. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നൊരു പരിപാടി, ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കും. ഓക്കെ, ഇതെന്തിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷാണ് രാത്രി പഠിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷിൽ ഏത് ചാപ്റ്റർ, ഇപ്പോൾ 5ാമത്തെ ചാപ്റ്റർ ആണെങ്കിൽ ഇങ്ങനെ എഴുതും. ഓക്കെ, ഇപ്പം അത് കഴിഞ്ഞ് മാത്സ്, ഇപ്പോൾ ഞാൻ രാത്രി മാത്സ്, ഫോർ എക്സാമ്പിൾ മാത്സിലെ ഒരു 3ാമത്തെ ചാപ്റ്ററാണ് ഞാൻ പഠിക്കുന്നതെന്ന് വെച്ചോ. ഇനി വേറെ സബ്ജക്റ്റ് കൂടെ എടുക്കുകയാണെങ്കിൽ കെമിസ്ട്രി. ഓക്കെ, കെമിസ്ട്രിയിൽ ഞാൻ ഒരു 1ാമത്തെ ചാപ്റ്റർ, ഓക്കെ, 1ാമത്തെ ചാപ്റ്റർ ആണ് എടുക്കുന്നതെന്ന് വെച്ചോ. ഇപ്പോൾ ഞാൻ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയും, ടിക്കിടും. ഓക്കെ, ഈ ഒരു കാര്യം കൂടെ, ഈ ഒരു ടു ഡു ലിസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റായിട്ടും ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. സോ ഈ ഒരു എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം.